ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ മീനൻ രാശി അല്ലെങ്കിൽ മീനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനൻ രാശിക്കാർക്ക് രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു 2-ൽ വ്യാഴം, 7-ൽ കേതു, 10-ൽ ചൊവ്വയും ശുക്രനും, 11-ൽ സൂര്യനും ബുധനും, 12-ൽ ശനിയാണ്. 7 ശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2-ൽ വ്യാഴമുണ്ട്, 10-ൽ സൂര്യനും ശുക്രനും ചൊവ്വയുണ്ട്, 11-ൽ സൂര്യനും ബുധനും. അനുകൂലപരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. മെച്ചപ്പെട്ട ഒരു മാസം തന്നെയാണ് മീനൻ രാശിക്കാർക്കുള്ളത്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്ന് ചേരുവാനും, സന്താനങ്ങൾക്ക് നല്ല ഉദ്യോഗങ്ങളും അതുപോലെ തന്നെ ജോലികളും കിട്ടുന്നത് മൂലം മനസ്സിന് സമാധാനം കിട്ടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉള്ള പുരോഗതി കാരണം കൊണ്ട് അവർക്ക് നന്മകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഫ്രണ്ട്ഷിപ്പുകളും സഹോദര സംബന്ധമായിട്ടുള്ള ഐക്യത നിലനിർത്തുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങളെല്ലാം വാങ്ങിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ധനസഹായം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ വില്ലകളോ അപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ ഭവന നിർമ്മാണങ്ങളെല്ലാം തുടങ്ങി വയ്ക്കുവാനുള്ള പറ്റിയൊരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഉദ്ദിഷ്ട കാര്യം നടക്കും. വിദേശവാസം, വിദേശ പര്യടനം, വിദേശ ടൂറ്, അതുപോലെ തന്നെ വിദേശ കാര്യ സംബന്ധമായിട്ടുള്ള വിദേശ പഠനം എന്നിവയ്ക്കെല്ലാം കൂടുതൽ സാധ്യത ഉള്ളതാണ് കാണുന്നത്. ഉദ്ദിഷ്ട കാര്യം പൊതുവെ നടക്കാനുള്ള കാര്യമുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം, അതായത് പോലീസ്, മിലിറ്ററി, ആർമി, നാവികസേന, വ്യോമസേന എന്നീ മേഖലകളിൽ ജോലി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ട ഒരു അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ PSC പരീക്ഷ എഴുതി ലിസ്റ്റിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഉദ്യോഗത്തിന് സാധ്യത, അതായത് ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയ്ക്കുള്ള ലെറ്ററുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള അംഗീകാരങ്ങളും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലാഭങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളും ഭൂമി സംബന്ധമായിട്ടുള്ള ഭൂമി വിൽക്കുകയോ വാങ്ങിക്കുകയോ പറ്റിയൊരു സമയമായിട്ടാണ് കാണുന്നത്. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള വൻകിട ലെവലിലുള്ള ബിസിനസ്സുകൾ നടക്കുവാനുള്ള സാധ്യതയും, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നവർക്കെല്ലാം ഉയർന്ന പദവിയിലുള്ള കോണ്ടാക്റ്റുകളും മറ്റുള്ളതെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്കെല്ലാം, സ്റ്റുഡൻസ് ആയാലും മെഡിക്കൽ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും നേഴ്സായാലും അലോപ്പതി സംബന്ധമായിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അവനവൻ്റെ സ്റ്റാറ്റസ് ഉയർന്നു വരുവാനുള്ള സാധ്യതയും പ്രശസ്തി കിട്ടുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന ജോലി കിട്ടുവാനുള്ള സാധ്യതയും പ്രശസ്തി കിട്ടുവാനുള്ള സാധ്യതയും, ഈ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി വൻകിട ലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും അവസരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാനമാന പദവികളും അവരവർ ഉദ്ദേശിക്കുന്ന പദവികളും അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. മോട്ടോർ സംബന്ധമായിട്ടുള്ളതും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ലെവലിൽ ജീവിക്കുന്നവർക്കും അവർ ജോലി എടുക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വർണ്ണ ബിസിനസ് നടത്തുന്നവർക്കും വളരെ ഗുണകരമാണ് കാണുന്നത്. പുതിയ ബിസിനസ്സിനെല്ലാം തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ നിർമ്മാണത്തിന് തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. ആഡംബര ഭവനം, ആഡംബര വാഹനം എന്നിവയ്ക്കെല്ലാം സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. വിദേശ യാത്രകൾ മൂലം അതിൽ നിന്നും ലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും, വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളെല്ലാം തുടങ്ങി വെക്കാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. കടബാധയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. ഉദ്ദിഷ്ടകാര്യം നടക്കുവാൻ വേണ്ടി ഗണപതിക്ക് കറുകമാല അല്ലെങ്കിൽ ഗണപതി ഹോമം എന്നിവ നടത്തുന്നത് മൂലം ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തുവാനുള്ള സാധ്യതയുണ്ട്. നാഗങ്ങൾക്ക് 100 പാൽ നടത്തുക. ജന്മത്തിൽ, അതായത് രാശിയിൽ സഞ്ചരിച്ചുകൊണ്ട് രാവുക കാരണം മാസത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ട് ആയിരം പൂജയോ അല്ലെങ്കിൽ നാഗങ്ങൾക്ക് 100 പാലോ നടത്തുന്നത് മൂലം ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ഭാഗ്യകടാക്ഷത്തിനായിട്ട് ഭാഗ്യസൂക്തം നടത്തുന്നത് വളരെ ഉചിതമാണ്. സൂക്തം നടത്തിക്കഴിഞ്ഞാൽ ഭാഗ്യവശാൽ കിട്ടാനുള്ള ധനങ്ങളെല്ലാം കിട്ടുവാനുള്ളതും അതുപോലെ തന്നെ വരാനുള്ള ധനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് സംബന്ധമായിട്ടുള്ളതും ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെ മുൻതൂക്കം കൊടുക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ മേൽക്കോയ്മ,
പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യങ്ങൾ, വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടന്നു വരുവാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് കൈകൂടി വന്നു എൻഗേജ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു വരുവാനും മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യതകളും അഭിവൃദ്ധികളും അതുപോലെ തന്നെ പുണ്യക്ഷേത്രങ്ങളും രാജ്യങ്ങളും സന്ദർശിക്കുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്നും അനുകൂലപരമായിട്ടുള്ളതും അധ്യാപകന്മാരിൽ നിന്ന് അനുകൂലപരമായിട്ടുള്ളതും വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന കാഴ്ചപ്പാടുകളെല്ലാം കാണുന്നു. കേസ് വഴക്കുകളിലെല്ലാം വിജയം കരസ്ഥമാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എല്ലാം ഗുണകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഫെബ്രുവരി മാസത്തിലുള്ളത്. എന്നിരുന്നാലും നക്ഷത്രവശാലുള്ള പരിഹാരങ്ങൾ നടത്തിയാൽ കുറച്ചുകൂടി ഗുണപരമായിട്ടുള്ളത് കിട്ടും. പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിൽ ത്രികാല പൂജ, അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശാസ്താവെങ്കിൽ നീരാഞ്ജന നെയ്വിളക്ക്, രേവതി നക്ഷത്രക്കാർക്ക് ശ്രീരാമക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം, തുളസിമാല, മീനൂട്ടുകറം, അവിൽ നിവേദ്യം ഇതെല്ലാം ചെയ്തു വരികയാണെങ്കിൽ കുറച്ചുകൂടി ഉത്കണ്ഠപരമായിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി അംഗീകാരമായിട്ടും കുറച്ചുകൂടി ഉന്മേഷപരമായിട്ടും കുറച്ചുകൂടി നന്മയും കുറച്ചുകൂടി അനുകൂല ഫലങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമസ്കാരം.